ഹലോ! ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു പായസത്തിന്റെ റെസിപ്പിയാണ്. ഈ ഒരു പായസം നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ പിന്നെ നിങ്ങൾ എന്ത് പരിപാടിക്കും ഈ ഒരു പായസം മാത്രമേ ഉണ്ടാക്കുള്ളൂ. അത്രക്കും ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ആദ്യം തന്നെ 1 കപ്പ് പരിപ്പൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് കഴുകുന്നതിന് മുമ്പ് തന്നെ ഒന്ന് വറുത്തെടുക്കാം. നന്നായിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ കളർ ഒന്ന് ജസ്റ്റ് മാറി വരുന്നത് വരെ ഒന്ന് വറുത്തെടുത്താൽ മതിയാവും. ഇപ്പോൾ ഇതിന്റെ കളർ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇത്രയും വറുത്താൽ മതിയാവും. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് മാറ്റി വെക്കാം. ഇനി കുറച്ച് ചവ്വരി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ചവ്വരി എന്ന് പറയുന്നത് സാബുദാന, സാഗോ എന്നൊക്കെ പറയാറുണ്ട് ഇതിന്. ഇത് 1 കപ്പ് ചെറുപയർ പരിപ്പിന് 3/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് ഇതിലെ വെള്ളം ഒന്ന് ഊറ്റിയിട്ട് മാറ്റി വെക്കാം. പിന്നെ ഒരു 3 അച്ച് ചക്കര എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഈ 3 അച്ച് ചക്കര എടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു മധുരമുണ്ട്. ഇതിലും കൂടുതൽ മധുരം വേണമെങ്കിൽ നിങ്ങൾക്കൊരു 4 അച്ച് ചക്കര വരെയൊക്കെ എടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് ഇത് അരിച്ചിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാല് നന്നായിട്ട് വെട്ടി തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് വറുത്ത് കഴുകി വെച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പ് ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് തിളച്ചു വരുമ്പോൾ അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഇടയ്ക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. പരിപ്പ് നന്നായിട്ട് കുക്കാവുന്നത് വരെയാണ് ഇതുപോലെ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പരിപ്പ് ഏകദേശം കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും കുക്കായാൽ മതിയാവും. ഇത് കുക്കായിക്കണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടൊന്നും കൂടെ കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും വെന്താൽ മതിയാവും. കുക്കറിൽ വെച്ച് ചെയ്യാത്തത് പെട്ടെന്ന് ഉടഞ്ഞു പോകുന്നത് കൊണ്ടാണ് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ ഒന്ന് വിസിൽ ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷെ കുക്കറിൽ പരിപ്പ് കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഉടഞ്ഞ് പോകും. അതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചവ്വരി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സാബുദാന ഊറ്റി വെക്കുമ്പോൾ അതൊന്ന് കട്ട പിടിച്ചിട്ടുണ്ടാവും. ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി ചേർത്തതിന് ശേഷം ഇത് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തും ശർക്കരപ്പാനി എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒന്ന് തിളച്ചതിന് ശേഷമാണ് ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് പാല് ചേർക്കുമ്പോൾ ഇത് അത്യാവശ്യം ഒരു തിക്കായിട്ടുള്ള ഒരു പായസമായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. നിങ്ങൾക്ക് പായസം കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ പാൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ വെള്ളമോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പാല് മാത്രം ചേർക്കുമ്പോഴാണ് പായസത്തിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് പായസം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ സ്റ്റൗ ഓഫ് ആക്കി കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ഒരു താളിപ്പ് വേണം. അതിനു വേണ്ടി ഒരു ചെറിയ ചീഞ്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായി മെൽറ്റായി ചൂടായി വന്നാൽ ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ അണ്ടിപ്പരിപ്പും അതുപോലെ കറുത്ത മുന്തിരിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ താളിപ്പ് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ പായസം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഈ പെരുന്നാളിനൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പായസമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും ആരും മറക്കല്ല. അപ്പോൾ ഓക്കെ, ബൈ ഫ്രണ്ട്സ്.